ഏതാണ്? ഭാരതീയ സാക്ഷ്യ അധിനിയം. ഏതിന്റെ പിൻഗാമിയാണ്? ഇന്ത്യൻ പിൻഗാമി. ഓക്കെ, നമ്മൾ പറയുന്നു ഈ ഭാരതീയ സാക്ഷ്യ അധിനിയത്തിൽ എത്ര വകുപ്പുകളുണ്ട്? 170 വകുപ്പുകൾ. എത്ര അധ്യായങ്ങൾ? എത്ര ഭാഗങ്ങൾ? ഈ 4 ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാമോ? ഒന്ന് പ്രിലിമിനറി, രണ്ടെന്താണ്? ഓഫ് ഫാക്ട്സ്, മൂന്നെന്താണ്? ഓൺ പ്രൂഫ്, നാലെന്താണ്? പ്രൊഡക്ഷൻ ആൻഡ് എന്താണ്? ഓക്കെ, അപ്പൊ 4 പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ നോക്കുന്നു. ഇതിനകത്ത് ആദ്യം നമ്മൾ പഠിച്ചതാണ് ഡെഫിനിഷൻസ് അല്ലെ? നമ്മൾ പഠിച്ചതാണ് ഡെഫിനിഷൻസ്. എന്താണ് ഡെഫിനിഷൻസിൽ ആദ്യം? ടു ക്ലോസ് ഡി എന്താണ്? ഡോക്യുമെന്റ്. ഡി ഫോർ ഡോക്യുമെന്റ്. ഡോക്യുമെന്റ് മലയാളം എന്താണ്? രേഖ. എന്തൊക്കെ നമുക്ക് പറയാം രേഖയുമായി ബന്ധപ്പെട്ട്? അക്ഷരങ്ങളിലോ അർത്ഥങ്ങളിലോ അടയാളങ്ങളിലോ നമ്മൾ തെളിവായി ഹാജരാക്കുന്ന എല്ലാ വസ്തുക്കളെയും എന്ത് പറയാം? രേഖ എന്ന് പറയാം. അതുപോലെ നമ്മൾ അടുത്ത് പഠിച്ചതാണ് ടു ക്ലോസ് ഇ എന്ന് പറഞ്ഞു. ഇ ഫോർ എവിഡൻസ് അല്ലെ? ഇ ഫോർ എവിഡൻസ്. എവിഡൻസ് എന്താണ്? തെളിവ്. എന്താണ് തെളിവ്? കോടതിയിൽ ഹാജരാക്കുന്ന എല്ലാ രേഖകളെയും എന്തെന്ന് പറയാം? തെളിവ്. അതിൽ വായ്മൊഴിയായി ഉൾപ്പെടുവോ? ഉൾപ്പെടാം. വരമൊഴിയായി ഉൾപ്പെടുവോ? ഉൾപ്പെടാം. സാക്ഷിമൊഴി ഉൾപ്പെടുവോ? ഉൾപ്പെടാം. അത് നമ്മൾ നോക്കേണ്ടത് എന്താണ്? ടു ക്ലോസ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാക്ട്സ്. ഫാക്ട്സിന്റെ മലയാളം എന്താണ്? വസ്തുത. വസ്തുത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യ ഗ്രാഹ്യമായ ഏതൊരു സംഗതിയും വസ്തുതയാകാം. അതുപോലെ തന്നെ നമുക്ക് പറയുന്നത് എന്താണ്? ബോധമുള്ള ഒരാൾക്ക് ബോധമുള്ള ഒരു മാനസികാവസ്ഥ എന്താണ്? വസ്തുതയാണ്. അത് നമ്മൾ പഠിച്ചു. എന്താണ് ടു ക്ലോസ് ജി എന്ന് പറഞ്ഞു? ജി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ്? ഫാക്ട്സ് ഇൻ ഇഷ്യൂ അല്ലെങ്കിൽ വിവാദ വസ്തുത എന്ന് പറയും. എന്താണ് ഫാക്ട്സ് ഇൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വസ്തുതയ്ക്ക് എന്തെങ്കിലും അസ്തിത്വം പറ്റുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? വിവാദ വസ്തുത എന്ന് പറഞ്ഞാൽ ഒരാൾ പറയുന്ന വസ്തുതയെ മറ്റൊരാൾ ഖണ്ഡിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? വിവാദ വസ്തുത. അപ്പോഴാണ് എന്താകുന്നത്? ഒരു ക്രൈമോ കേസോ ആയി മാറുന്ന തർക്കമുണ്ടാകുന്നത്. നേരെ പഠിച്ച ടു ക്ലോസ് കെ എന്ന് പറഞ്ഞാൽ എന്താണ്? കെ ഫോർ പ്രസക്തം അല്ലെങ്കിൽ റിലവന്റ്. പ്രസക്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുത മറ്റൊരു വസ്തുതയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നോളം കാലം അതെന്താണ്? പ്രസക്തമാണ്. ഓക്കെ, അത് നമ്മൾ വെച്ച 22 അല്ലേ? 22 എന്ന് പറഞ്ഞാൽ കുറ്റസമ്മതം എപ്പോഴൊക്കെ പ്രസക്തമാകും അല്ലെങ്കിൽ അപ്രസക്തമാകും? എപ്പോഴൊക്കെ പ്രസക്തമാകും? ഉറക്കെ പറയണം. ഒരാൾ പ്രേരണയോ ഭീഷണിയോ ഭയമോ ഇല്ലാതെ പറയുന്നതാണ് പ്രസക്തമായി ആരെടുക്കുന്നത്? കോടതി എടുക്കുന്നത്. കോടതിയോട് മാത്രമേ കുറ്റസമ്മതം നടത്താൻ പറ്റുള്ളൂ. ശരിയോ തെറ്റോ? എന്നാൽ സെക്ഷൻ 23 പറയുന്നത് പോലീസിനോട് കുറ്റസമ്മതം പറയാമോ? പറയാം. പക്ഷേ മജിസ്ട്രേറ്റ് പോലെ പോലീസിന് ചെയ്യാൻ പറ്റുമോ? അവിടെ പോലീസിന് ചെയ്യാൻ പറ്റുന്നത് തെളിയിക്കാം. തെളിവോട് കൂടി എന്ത് ചെയ്യാം? മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കാൻ പറയുന്നു. അടുത്ത് നോക്കുന്നു. എന്താണ് സെക്ഷൻ 24 എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒരു കൂട്ടം അല്ലെ ഒന്നിലധികം പേർ ഒരു കുറ്റകൃത്യത്തിന് അല്ലെ ഗൂഢാലോചന നടത്തുകയോ ചെയ്യുകയോ ചെയ്താൽ ഒരു വ്യക്തിയെ അതിൽ അറസ്റ്റ് ചെയ്താൽ അയാളുടെ മൊഴി മറ്റുള്ളവരിലേക്കും വ്യാപിപ്പിക്കാം എന്ന് പറഞ്ഞില്ലേ? അതാണ് ഏത്? 24. 26 നമ്മൾ പറഞ്ഞു. എന്താണ് 26? മരണമൊഴി അല്ലെങ്കിൽ നമുക്ക് പറയാം മരിച്ചുപോയതോ കാണാതായതോ ആയ വ്യക്തികളുടെ മൊഴി എപ്പോൾ പ്രസക്തമാകും? ഒന്നാമത്തെ എക്സാമ്പിൾ മരണമൊഴി തന്നെയാണ്. മരണമൊഴിയിൽ എന്തൊക്കെ ഉൾപ്പെടാം? മരണമൊഴി പറഞ്ഞാൽ മരണമൊഴി എങ്ങനെയായിരിക്കണം? ചോദ്യോത്തര രൂപത്തിലായിരിക്കണം. മരണമൊഴി എടുക്കുമ്പോൾ രണ്ടാമത്തെ കാര്യം അയാളെ എന്തിലേക്ക് നയിച്ചിരിക്കണം? പരിക്കുകൾ മരണത്തിലേക്ക് നയിച്ചിരിക്കണം. മൂന്നാമതോ മരണമൊഴി നൽകിയാൽ അടുത്ത് ആത്മഹത്യാ കുറിപ്പ് മരണമൊഴിയുടെ പരിധിയിൽ വരുമോ? അപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചു. 26 വരെ പഠിച്ചു അല്ലേ? 26. അപ്പോ ഇതിനകത്ത് 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തത് നമ്മുടെ ഒരു എക്സാമ്പിൾ എന്താ പഠിച്ചത്? 24 എക്സാമ്പിൾ എന്താ പഠിച്ചത്? ഒന്ന് മരണമൊഴി, രണ്ടാമത്തെ എന്താ? ബിസിനസ്. അതെ, ബിസിനസ് പരമായ കാര്യങ്ങൾ. രണ്ടാമത്തെ എന്താണ്? ഒരു എക്സാമ്പിൾ പറഞ്ഞോ. വളരെ ഒരു എക്സാമ്പിൾ.
അതായത് ഒരു വ്യക്തി മരിച്ചുപോയി അല്ലേ? മരിച്ചുപോയപ്പോൾ എന്ത് ചെയ്യുന്നു അയാളുടെ അയാൾ ഒരു ഡോക്ടർ, നമുക്ക് ഒരു ജനന തീയതിയെ പറ്റിയാണ് പ്രശ്നം. ഒരു ജനന തീയതിയെ പറ്റി പ്രശ്നം വരുമ്പോൾ അയാൾ എന്ന് ജനിച്ചു എന്ന് ആരുടെ മൊഴി ഇവിടെ പ്രസക്തമാകും? മരിച്ചുപോയ ഒരു സർജൻ ബിസിനസ് മുറയിൽ വച്ചുപോകുന്നതായ ഒരു പുസ്തകത്തിൽ അയാളെ കുറിച്ചുള്ള തെളിവായിട്ടെടുത്തൂടെ? ഇനി രണ്ടുപേർ തമ്മിൽ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അവിടെ ആരുടെ മൊഴി എടുക്കാം? ആരുടെ മൊഴി എടുക്കാം? അവിടെ ഒരു പാതിരി, മരിച്ചുപോയ ഒരു പള്ളിയിലുള്ള ഒരു പാതിരിയുടെ മൊഴി അവിടെ എന്തായിട്ട് എടുക്കാം? തെളിവായി എടുക്കാം. അതുപോലെ നമുക്ക് എടുക്കാവുന്നത് ഒരു കമ്പോളത്തിൽ നെല്ലിന്റെ അല്ലെങ്കിൽ ധാന്യത്തിന്റെ വില എന്തായിരുന്നു എന്നുള്ളതാണ് വിഷയം. അന്നത്തെ ജീവിച്ചിരിപ്പുള്ള ഏതെങ്കിലും ഒരു വ്യാപാരിയുടെ അല്ലെ കണക്ക് പുസ്തകത്തിലോ മറ്റോ എന്ത് ചെയ്യാം? ആ തെളിവ് നമുക്ക് എടുക്കാം. അതേപോലെ നമുക്ക് എടുക്കാവുന്ന തെളിവാണ് ഒരു കപ്പൽ ഇന്ന സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടോ എന്നുള്ളൊരു തെളിവാണ്. ആ കപ്പലിന്റെ തകർച്ചയ്ക്ക് കാരണം എന്തായെന്നുള്ള തെളിവാണ്. അല്ലെ ഒരുപാട് പഠിച്ചിട്ട് നമ്മൾ ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ 26 നല്ല അടിപൊളി സെക്ഷനാണ്. അതേപോലെ ഒരു പൊതുവഴി ഇന്ന ആളുടെ ആണോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതേപോലെ ഒരു എക്സാമ്പിൾ ആണ് ഒരു കാരിക്കേച്ചർ. കാരിക്കേച്ചർ എന്താണ്? കാരിക്കേച്ചർ എന്ന് പറഞ്ഞാൽ രേഖാചിത്രം അല്ലെങ്കിൽ ഒരു ഹാസ്യ ചിത്രം നമുക്ക് എടുക്കാം. ഈ രേഖാചിത്രം ഈ 26ന്റെ വകുപ്പിൽ വരുമോ എന്ന് ചോദിച്ചാൽ വരും. എങ്ങനെ ചോദിച്ചാൽ, നിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് തുല്യമായ ഒരു ചിത്രം വച്ചിരിക്കാൻ, ഒരു കാർട്ടൂൺ രൂപത്തിൽ വച്ചേക്കാൻ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പറയാണ് ഇതാരാണ്, ഇത് എന്നെ പോലെ ഇരിക്കുകയാണ് നിങ്ങൾ പറയുകയാണ്. അപ്പോൾ ആ മുതലാളി പറയാണ് നിന്നെ പോലെ ഒന്നുമല്ല, ഇത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാർട്ടൂണാണ്. പക്ഷെ അത് വെച്ച് അയാൾ കാശുണ്ടാകും. ഉദാഹരണം, പല കമ്പനിക്കാർ പല പരസ്യങ്ങൾ ആൾക്കാരുടെ രൂപത്തിലൊക്കെ ചെയ്യില്ലേ? അപ്പോൾ പറയുന്നു ഇതുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ അയാൾ പറയുന്നു നമുക്ക് കോടതിയിൽ പോകാം. നമുക്ക് എന്ത് ചെയ്യാം? കോടതിയിൽ പോകാം. ഈ കോടതിയിൽ പോകുന്ന സമയത്ത് കോടതി അവിടെ ചോദിക്കുന്നു, കാരണം നമ്മുടെ കണ്ണുകൾ പലതും പലതാണ്. ഇപ്പോ നമ്മുടെ കണ്ണിൽ എന്താണ്, ഒരാള് ഇന്നതുപോലെ ഇവിടെ കാണാൻ മമ്മൂട്ടിയെ പോലെ ഇരിക്കും, കാരണം കണ്ണ് കണ്ടില്ലേ അതെന്ന് ചോദിക്കില്ലേ? അതേപോലെ കോടതി ചോദിക്കും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇത് കണ്ടിട്ട്, ഇയാളെ പോലെ തോന്നുന്നുണ്ടോ? അപ്പൊ ഒരുപാട് പേര് പറയും അതേ സാർ അതേ സാർ. അപ്പൊ കോടതിക്ക് അതെന്തെടുക്കാം? ആ മൊഴിയുടെ അല്ല എല്ലാവരും മനസ്സിലായില്ല, അവന് മാത്രമേ തോന്നുന്നു. അപ്പൊ അതെന്തെടുക്കണ്ട, അവിടെ പൊതുവായിട്ടുള്ളൊരു അഭിപ്രായവും കോടതിക്ക് എടുക്കാം. സ്റ്റേറ്റ്മെന്റ് ചോദിക്കും, പൊതുവായൊരു അഭിപ്രായവും കോടതിക്ക് തെളിവായി എടുക്കാം. എന്താണ് തെളിവായി എടുക്കാം? മനസ്സിലായോ? ഇത്രയുമാണ് അവിടെ. അതുപോലെ തന്നെ ഒരു പൊതുവായിട്ടുള്ള വസ്തു, ആചാരം അവകാശവും. പല മതപരമായിട്ടുള്ള ആചാരങ്ങളുണ്ട്, പല അവകാശങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണം, ഹിന്ദുക്കൾക്ക് ഒരു ആചാരമുണ്ട്, ക്രിസ്ത്യൻസിന് അവരുടേത് ആചാരമുണ്ട്, മുസ്ലിംസിന് അവരുടേതായ. ഇതൊന്നും മറ്റൊരു വ്യക്തി എന്ത് ചെയ്യാൻ പാടില്ല, ഇടപെടാൻ പാടില്ല. അഥവാ ഇടപെട്ട് കഴിഞ്ഞാൽ കോടതി അവിടെ അതൊരു കൂട്ടം